ആ ഒരു താറാവിനെ കൊന്ന് ആ ഒരു പൊന്മുട്ട കൂടുതലായിട്ട് എടുത്ത് അവര് ജീവിതത്തിലേക്ക് കൂടുതൽ പണം വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത ആ ഒരു പൊന്മുട്ടയിടുന്ന താറാവിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാലോ നമ്മുടെ ഈ ഒരു പ്രശ്നം പറയുന്നത് ആക്സിലറേറ്റിംഗ് കൾട്ടിവേഷൻ വിത്ത് ടൂറിസം ആൻഡ് AI ടെക്നോളജി ആണ്. സ്ക്രീൻ പ്ലീസ്. 26 വർഷത്തെ മാഡം പറഞ്ഞതുപോലെ 26 വർഷത്തെ ട്രഡീഷണൽ ബിസിനസ്സിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു പ്രൊജക്റ്റ് ആണ് ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡോക്ടർ നിഷാദ് അബൂബക്കർ ആൻഡ് ചെയർമാൻ നിസാർ അബൂബക്കർ ആണ്. അപ്പോൾ ഈ ഒരു ആക്സിലറേറ്റിംഗ് കൾട്ടിവേഷൻ നമ്മുടെ ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ ടൂറിസം ഒരു AI ടെക്നോളജി ഉപയോഗിച്ച് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് സ്ക്രീനിൽ കാണാം, നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് പാർത്താൻ ചന്ദനത്തോപ്പുകൾ നമ്മുടെ പവർ ഓഫ് ടൈറ്റിൽ തന്നെ വളരെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ടൈറ്റിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം നമ്മളുടെ ഈ ഒരു കമ്പനി നമ്മൾക്കായിട്ട് എന്താണ് ഇത്. എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് ആൻഡ് ലെഗസി എന്ന് പറയുന്നത്. നമുക്ക് ഹെൽത്ത് വേണം, അതുപോലെ തന്നെ വെൽത്ത്, നമുക്കൊരു സമൃദ്ധിയും അതുപോലെ തന്നെ ഹാപ്പിനെസ്സും ആ ഒരു ലെഗസി പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഈ ഒരു കമ്പനിയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ഫസ്റ്റ് നോക്കാം ഹെൽത്ത്. നമുക്കറിയാമല്ലേ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകളിൽ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു പെർ ഡേ നമുക്കറിയാം കേവ് കോട്ടേജ് ആണ്. ഈ ഒരു കേവ് കോട്ടേജ് സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ് ആ ഒരു പ്രീമിയം റിസോർട്ടിൻ വയനാട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് പെർ ഡേ റെന്റ് വരുന്നത് ഏകദേശം ഒരു 20,000 രൂപയാണ്. അത് ഇപ്പോൾ പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് നമ്മൾ ആ ഒരു മാഗ്നറ്റിക്കിന്റെ പ്രൊഡക്റ്റ് നമ്മൾ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഇത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്ക് ഇതൊരു പഞ്ചമഹാഭൂതാസ് നമുക്ക് ആ ഒരു ബോഡി സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു എലമെന്റ്സ് നമ്മളുടെ ടേക്ക് കെയർ ചെയ്യാനും നമ്മളുടെ എനർജിയും നറിഷ്മെന്റ് ഒക്കെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു പഞ്ചമഹാഭൂതാസ് വെച്ചിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് നോക്കാം. നമ്മുടെ ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. ഫസ്റ്റ് ആയിട്ട് വരുന്നത് പൃഥ്വി, എർത്ത് അഥവാ ഭൂമി. അതൊരു 40%. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ബോൺസ്. നമുക്കറിയാലേ നമ്മുടെ ഈ ഒരു ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ബോൺസ്, അതുപോലെ മസിൽസ്, സ്കിൻ, ടിഷ്യൂസ് ആൻഡ് നമ്മൾ കഴിക്കുന്ന ആ ഒരു ഫുഡിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ്. അതെങ്ങനെയാണ് നമ്മൾ ആ ഒരു മെയിൻലി ബാലൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഗ്രെയിൻസ്, അതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മിനറൽസ് ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു ശരീരം നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതൊരു സ്റ്റേബിൾ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്താലേ നമുക്ക് ഈ ഒരു എർത്ത് നമുക്കൊരു 40% നിർത്താനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ രണ്ടാമത്തേതാണ് ജല, വാട്ടർ, ജലം എന്ന് പറയുന്നത്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തെയും ഈ ഒരു പ്രൊജക്റ്റിനെയും കണക്ട് ചെയ്ത് പറയുമ്പോൾ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് വാട്ടർ. നമ്മുടെ ശരീരത്തിൽ അറിയാലോ നമ്മുടെ ബ്ലഡ്, അതേപോലെ ലിംഫ്, അതേപോലെ സലൈവ, ഡൈജസ്റ്റീവ് ജ്യൂസ് ഇതെല്ലാം നമ്മളുടെ ഈ ഒരു വാട്ടർ കണ്ടന്റുമായിട്ട് അടുത്ത് നിൽക്കുന്നതാണ്. ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്, അതേപോലെ നമ്മൾ വാട്ടർ, ജ്യൂസ്, ഫ്രൂട്ട്സ്, അതേപോലെ സൂപ്പ്, ഹൈഡ്രേറ്റഡ് ഫുഡ്സ് ഇതെല്ലാമാണ് നമ്മൾ വാട്ടറി കണ്ടന്റ് ആയിട്ട് നമ്മൾ ഈ ലൂബ്രിക്കേഷനും ഇതെല്ലാം നമ്മൾ സിംബിളൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ മൂന്നാമത്തേതാണ് അഗ്നി അഥവാ തേജസ്. നമുക്കറിയാലോ അഗ്നി 15% ആണ് ഈ ഒരു ഇതിലേക്ക് വരുന്നത്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ മെറ്റാബോളിസത്തെ കറക്റ്റ് ചെയ്യാൻ, അതേപോലെ ഡൈജഷൻ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ഒരു താപനില, അതേപോലെ നമ്മുടെ ആ ഒരു ചേഞ്ച് ട്രാൻസ്ഫോർമേഷൻസിന് വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണ് വരുന്നത്? നമ്മുടെ സൺലൈറ്റ് നമുക്കറിയാലോ, നമ്മുടെ സൂര്യപ്രകാശം കൊള്ളുമ്പോൾ നമുക്കുണ്ടാവുന്ന നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അതേപോലെ നമ്മൾ നല്ല നമ്മൾ വാം ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കുമ്പോഴും അതുപോലെ സ്പൈസസും നമ്മുടെ മെന്റൽ ആയിട്ടുള്ള ഒരു എനർജി കീപ്പ് ചെയ്യുമ്പോഴുമാണ് നമ്മൾ വരുന്നത്. നമ്മുടെ വിറ്റാലിറ്റിയും അതേപോലെ എനർജിയും ഈ ഒരു അഗ്നി നമ്മൾ സിംബിളൈസ് ചെയ്യുന്നു. അതുപോലെ നാലാമത്തേതാണ് വായു അഥവാ എയർ. വായു ഒരു 7% നമ്മുടെ ശരീരവുമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് റാസ്പിറേഷനും നമ്മുടെ സർക്കുലേഷൻ, നമ്മുടെ ആ ഒരു മാറ്റം വരുന്നതിനും, നമ്മളുടെ നെർവ്
ഇമ്പൾസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു വായു നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ബ്രീത്തിങ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ നമുക്കറിയാം. നമ്മുടെ പ്രാണായാമ, നമ്മൾ യോഗയിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രാണായാമ എന്ന് പറയുന്നത്. നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് പ്രോപ്പർ ആയാലാണ് നമുക്ക് ഈ ഒരു വായു നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ശരീരമായിട്ട് നമ്മുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാനൊക്കെ നമ്മൾ സിംബിളൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു എയർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ ഈ പഞ്ചമഹാഭൂതാസില് 5th വൺ ആണ് ആകാശ എന്ന് പറയുന്നത്, സ്പേസ്, ഭൂമി അല്ലെ. അപ്പൊ അത് ചെയ്യുന്നത് നമ്മൾ കോൺസിക്വൻസേഷൻ, ആ ഒരു കാംനെസ് ഒക്കെ കിട്ടുമ്പോഴാണ് നമ്മുടെ ഈ സ്പിരിച്വൽ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ആകാശ നമ്മളൊരു 3% ഇതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പഞ്ചമഹാഭൂതാസ് നമ്മളുടെ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത്, ഈ ഒരു കേവ് കോട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു നമുക്ക് കവറിങ് വരുന്നത് ഗ്രാസ് ആണ്. അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ പൊല്യൂഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രാസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനും, നമ്മുടെ ഇന്റേണൽ ആണെങ്കിലും നമുക്ക് നല്ലൊരു കൂളിംഗ് കിട്ടാനും, അതേപോലെ വിന്റർ സീസണിൽ വാർമിങ്ങും അതേപോലെ സമ്മർ സീസണിൽ കൂളിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രാസ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ മെന്റൽ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും, അതേപോലെ നമ്മളുടെ വെൽബീങ്, നമ്മളുടെ ഈ ഒരു ഗ്രീനറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു ഗ്രാസ് നമ്മൾ ഇതിനകത്തേക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കവറിംഗ് ആയിട്ട് വരുന്നത് കേവ് കോട്ടേജിന്റെ ഗ്രാസ് ആണ്. അതുപോലെയാണ് നമ്മുടെ ഇന്റേണൽ, നമുക്കറിയാം നമ്മുടെ കോട്ടേജിന്റെ അകം ഹെൽത്ത് ബെനിഫിറ്റിൽ വരുന്ന ഈ ഒരു മഡ് പാക്ക് വരുന്നത് ഇന്റേണലി വരുന്നതാണ് മഡ് പാക്ക്. നമുക്കറിയാം നാച്ചുറൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ നമ്മുടെ ഈ എയർ ക്വാളിറ്റിയാണ്, നമുക്ക് പലതരത്തിലുള്ള എയർ പൊല്യൂഷൻസും ടോക്സിൻസും ഹ്യൂമിഡിറ്റി ഒക്കെ വരും, അതിതൊന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ നമ്മുടെ സൗണ്ട്, നമുക്ക് ആ ഒരു സൗണ്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും, ആ നോയ്സ് അതെല്ലാം നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇതുപോലെയുള്ള മഡ് പാക്ക്, അതും എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളുടെ ഒരു ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ആ ഒരു മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ ഒരു മഡ് പാക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ അടുത്തതാണ് നമ്മുടെ പൂൾ ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് ഓരോ കേവ് കോട്ടേജിലും ഇൻഡിവിജ്വൽ പൂളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാലോ, നമ്മൾ പൂൾ വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് ആ ലോ സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ, ആ ഒരു സ്വിം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസവും നമുക്കറിയാലോ. നമുക്ക് ഏറ്റവും നല്ലൊരു എക്സർസൈസ് എന്ന് പറയുന്നത് ഈ സ്വിമ്മിങ് തന്നെയാണ്. അപ്പൊ നമ്മുടെ ബ്രീത്തിങ് ആണെങ്കിലും റിലാക്സേഷൻ ആണെങ്കിലും ആ സ്വിമ്മിങ്ങിലൂടെ നമുക്ക് നല്ലൊരു രീതിയിൽ ബാലൻസ് ചെയ്ത് പോകാനും, അതേപോലെ നല്ലൊരു മസിൽസ് റിക്കവർ ചെയ്യാൻ വേണ്ടി, ബെറ്റർ മസിൽസ് റിക്കവറിക്ക് വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു പൂൾ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയാനായിട്ട് സാധിക്കും. അടുത്തതാണ് സാൻഡൽവുഡ് എന്ന് പറയുന്നത്. ഈ ഒരു കോട്ടേജ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ടിന്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സാൻഡൽവുഡ് തന്നെയാണ്. നമ്മുടെ ആ ഒരു സ്ലീപ്പിംഗ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ അറിയാലോ, നമുക്ക് ആ ഒരു ബ്രീത്തിങ് ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ, നമുക്ക് സാൻഡൽവുഡ് ട്രീസ് എന്ന് പറയുന്നത് ആ പൊല്യൂഷനെ ഫിൽട്ടർ ചെയ്യുകയും, അതേപോലെ തന്നെ നമ്മുടെ ഓക്സിജൻ നല്ല രീതിയിൽ നമുക്ക് ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു സാൻഡൽവുഡ് ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ നമ്മുടെ മൂഡ് എൻഹാൻസ് ചെയ്യാനും, നമ്മുടെ ശരീരത്തെ നറിഷ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു സാൻഡൽവുഡ് കൊണ്ടിട്ട് നമുക്ക് സഹായിക്കുന്നു. ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെ അടുത്തതാണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് പലതരത്തിലുള്ള പച്ചക്കറികളും കാര്യങ്ങളും കെമിക്കലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ഈ ഒരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് നമ്മൾ എൻഹാൻസ് ചെയ്യുന്നത് ഒരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട്, നമുക്ക് ആ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ട് ഫെർട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ റിച്ച് ക്രോപ്സ്, നമുക്ക് ആ ഒരു ഓർഗാനിക് മെത്തേഡ് വെച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു സോയിൽ ഫെർട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു
വിറ്റാമിൻസ് ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും ആന്റി ഓക്സിഡന്റ് കണ്ടന്റ് ആണെങ്കിലും നമുക്ക് ഇതിനെ റിച്ച് ആയിട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാം. അതുപോലെ നമ്മുടെ ആ ഒരു ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ സ്ട്രക്ചർ, മോയ്സ്ചറൈസർ, അതുപോലെ തന്നെ മൈക്രോബായിട്ടുള്ള ആക്ടിവിറ്റീസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുകൊണ്ട് സഹായിക്കുന്നു. അതേപോലെ സസ്റ്റൈനബിലിറ്റി, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആ ഒരു പൊല്യൂഷൻ ഇല്ലാതെ നമുക്ക് നല്ല രീതിയിലുള്ള പച്ചക്കറികളാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്ക് ആ ഒരു ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങിലൂടെ ഈ ഒരു കേവ് കോട്ടേജിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അടുത്താണ് സ്പാ ആൻഡ് അരോമാറ്റിക് തെറാപ്പി. നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മളെ ഇഷ്ടപ്പെടുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു സ്പാ ആൻഡ് അരോമ തെറാപ്പി നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇത് ഒരു സ്ട്രെസ് റിലീഫാണ് ഈ ഒരു അരോമാറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ റിലാക്സേഷന് വേണ്ടിയിട്ടും നമ്മുടെ ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ മൈൻഡ് ആണെങ്കിലും ലോവർ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ലെവൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു സ്പാ ആൻഡ് അരോമാറ്റിക് തെറാപ്പി നമ്മുടെ മെന്റൽ ക്ലാരിറ്റി വേണ്ടിയിട്ടും സ്കിൻ റിജുവിനേറ്റിംഗ് നമ്മുടെ ആ ഒരു പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ടും സ്കിന്നിന്റെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ടും നമുക്ക് ഈ സ്പാ ആൻഡ് അരോമാറ്റിക് തെറാപ്പി ഇതിലൂടെ നമുക്ക് സാധിക്കുന്നു. ഇതാണ് ഈ ഒരു പ്രൊജക്റ്റിലൂടെ നമ്മൾ തരുന്ന വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ നോർമലി ഒരു റിസോർട്ട് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലാസിഫിക്കേഷൻസ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ ഒരു ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടും വളരെ യുണീക്ക് ആയിട്ടും ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. നമുക്കറിയാം ഈ ഒരു പ്രൊജക്റ്റ് ഒരു കേവ് കോട്ടേജ് ആണ്. ഇതിനകത്ത് വരുന്നതാണ് ഫസ്റ്റ് വൺ മാസ്റ്റർ ബെഡ്റൂം, അതുപോലെ പ്രൈവറ്റ് പൂൾ ഏരിയ, വാട്ടർഫോൾസ്, ഫുള്ളി എയർ കണ്ടീഷൻ, ഒരു 570 സ്ക്വയർ ഫീറ്റില് ലിവിംഗ് സ്പേസും, അതേപോലെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് 5 സെന്റും 16 സാൻഡൽവുഡും ആണ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് മാസ്റ്റർ ബെഡ്റൂം. നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ചന്ദനത്തോപ്പുകളിലേക്ക് കണ്ടുകൊണ്ട് കിടക്കാൻ പറ്റുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂം. അതേപോലെ തന്നെ നെക്സ്റ്റ് ആണ് കിഡ്സ് പ്ലേ ഏരിയ എന്ന് പറയുന്നത്, കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ. അതുപോലെ തന്നെ പൂൾ ഏരിയ, നമുക്കറിയാം നമുക്ക് കോമൺ ആയിട്ടുള്ള പൂൾ ഏരിയയും ഉണ്ട്. അതുപോലെ തന്നെ കേവ് കോട്ടേജിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പൂൾ ഏരിയയും നമുക്ക് ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് ആണ് ട്രീ ഹൗസ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ കോമൺ അമ്യൂണിറ്റീസ് ആയിട്ട് കൊടുക്കുന്ന വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്താണ് ക്യാമ്പ് ഫയർ എന്ന് പറയുന്നത്. ഗ്രൂപ്പായിട്ട് നമ്മളൊരു പാർട്ടി ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ക്യാമ്പ് ഫയറും, അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പാ ആൻഡ് അരോമാറ്റിക് തെറാപ്പി, സാൻഡൽവുഡ് ഓയിൽ വെച്ച് കൊണ്ടിട്ടുള്ള ആ ഒരു അരോമ തെറാപ്പിയും, അതേപോലെ പാർട്ടി ഹോൾസ് 500 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അണ്ടർഗ്രൗണ്ട് പാർട്ടി ഹാളും, അതേപോലെ മിനി സൂ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും, മോർണിംഗ് വൈബ്സ് വളരെ ഭംഗിയായിട്ടുള്ള ആ ഒരു സാൻഡൽവുഡ് ആ ഒരു ചന്ദനമരത്തോപ്പുകൾക്കിടയിലുള്ള മോർണിംഗ് വൈബും, അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ടുള്ള നൈറ്റ് വൈബും നമ്മൾ ഈ ഒരു കോട്ടേജിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കമ്പനിയുടെ ഈ ഒരു പ്രൊജക്റ്റിന്റെ കോമൺ അമെനിറ്റീസ് ആയിട്ട് ഈ ഒരു പ്രൊജക്റ്റിന് നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്ന കോമൺ അമ്യൂണിറ്റീസ്. നമുക്ക് നോക്കാം എന്താണ് മാഗ്നറ്റിക് പ്രൊഡക്റ്റ്. ഈ ഒരു നേരത്തെ പറഞ്ഞു പഞ്ചമഹാഭൂതാസ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ ശരീരം ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകാത്ത രീതിയിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങൾ നമുക്കറിയാം. ഇതിനെല്ലാം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള വളരെ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാൻ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മാഗ്നറ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, നമ്മളിപ്പോ ഹെൽത്ത് എന്താണെന്ന് നോക്കി, നമ്മുടെ ശരീരം നമ്മൾ പഞ്ചമഹാഭൂതാസ് വെച്ചിട്ട് കണ്ടു. നമ്മൾ പറഞ്ഞു ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് ആൻഡ് ലെഗസി ആണ്. ഇതിനകത്ത് ഹെൽത്ത് കഴിഞ്ഞു, അടുത്താണ് വെൽത്ത്, സമ്പത്ത്. ഇത് നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ലൈഫുമായിട്ട് ഒരു 4 സ്റ്റേജിലൂടെ കടന്നു പോകുന്നു. നമുക്ക് ബോട്ടം ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. സ്ട്രഗ്ലിംഗ് സ്റ്റേജ്, സ്റ്റേബിൾ സ്റ്റേജ്, സക്സസ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് സ്റ്റേജ്. സ്ട്രഗ്ലിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 89% ആണെന്ന് നമുക്ക് പറയാം. കാരണം 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലെ. നമ്മൾ പറയും മിഡിൽ ക്ലാസ് ആണ്, ലോ ക്ലാസ് ആണെന്ന് പറയും. അവരവരുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ വളരെ സ്ട്രഗിൾ പീരീഡിൽ നിൽക്കുന്ന ഒരുപാട് പേരെ കാണാം. അതുപോലെ തന്നെ സ്റ്റേബിൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ കൃത്യമായ കാര്യങ്ങൾ, ജീവിച്ചു പോകാനുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കും. പക്ഷെ നമുക്ക് കൂടുതൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിൽ നിൽക്കുന്നവരാണ് ഈ സ്റ്റേബിൾ എന്ന് പറയുന്നത്. ഈ സ്ട്രഗിളിൽ നിന്നും കുറച്ചൊരു മെച്ചപ്പെട്ട ഒരു അവസ്ഥയാണ് സ്റ്റേബിൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് സക്സസ് സ്റ്റേജ് എന്ന് പറയുന്നത്. എന്ത് ആഗ്രഹിച്ചാലും അവർക്ക് വാങ്ങാൻ സാധിക്കും, പക്ഷെ അത്
അവർക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ആണെന്ന് പറയാം. പക്ഷെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനോ ചിലപ്പോൾ അതുകൊണ്ട് സാധിച്ചു എന്ന് വരില്ല. എന്നാലും നമുക്ക് ഓക്കെയാണ് ഈ ഒരു സ്റ്റേജ് നമുക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ. അതേപോലെ 4ാമത്തെ സ്റ്റേജ് ആണ് സിഗ്നിഫിക്കൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വങ്ങളായിരിക്കും ഈ ഒരു സിഗ്നിഫിക്കൻറ്റ് സ്റ്റേജിലുള്ളത്. നമുക്കറിയാം അല്ലെ, ഒരുപാട് പേര് പാവപ്പെട്ടവർക്ക് എന്താണ് ദൈവത്തെ പോലെ കരുതുന്ന ഒരുപാട് പേരുണ്ട്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ യൂസഫ് അലി സാറ്, അദാനി, അംബാനി, അതുപോലുള്ള ആൾക്കാര് അവർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ലൈഫ് ചേഞ്ച് ആയിക്കൊണ്ട് അവർക്ക് കിട്ടിയ അവസരം വളരെ ഫാസ്റ്റ് ആയിട്ട് വിനിയോഗിച്ചുകൊണ്ട് ആ ഒരു സിഗ്നിഫിക്കൻറ്റ് സ്റ്റേജിൽ ലൈഫിനെ ലൈഫ് ആസ് മീ ആയിട്ട് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് പേര് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം, നമ്മൾ കണ്ടു ഇപ്പൊ 4 സ്റ്റേജ് കണ്ടു. നമുക്ക് 3 തരത്തിൽ സമ്പന്നരാകാനായിട്ട് സാധിക്കും. ഒന്നാമത്തേതാണ് ഗെറ്റ് റിച്ച് സ്ലോ, രണ്ടാമത്തേത് ഗെറ്റ് റിച്ച് സ്മാർട്ട് ആൻഡ് ഗെറ്റ് റിച്ച് ഫാസ്റ്റ്. ഗെറ്റ് റിച്ച് സ്ലോ എന്ന് പറയുന്നത് 20 മുതൽ 40 വർഷം കൊണ്ട് നമുക്ക് സമ്പന്നനാകാനായിട്ട് സാധിക്കും. അതേപോലെ 15 വർഷം മുതൽ 30 വർഷം കൊണ്ട് നമുക്ക് സമ്പന്നനാകാനായിട്ട് സാധിക്കും. നമുക്ക് ഗെറ്റ് റിച്ച് സ്മാർട്ട് വെച്ചുകൊണ്ട് നമുക്ക് സമ്പന്നനാകാം. മൂന്നാമത്തേതാണ് 10 വർഷം മുതൽ 15 വർഷം കൊണ്ട് ഗെറ്റ് റിച്ച് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സമ്പന്നനാകാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളിവിടെ എടുക്കുന്നത് ഗെറ്റ് റിച്ച് ഫാസ്റ്റ്, ഗെറ്റ് റിച്ച് സൂപ്പർ ഫാസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗെറ്റ് റിച്ച് ഫാസ്റ്റിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് നോക്കാം. നമുക്കറിയാം ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ഈ പ്രൊജക്റ്റിൽ പറയുന്ന ഒരു കാര്യമാണ് ഹൈ റിട്ടേൺ. ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നമുക്കറിയാം അല്ലെ, രണ്ട് കാര്യങ്ങൾക്കാണ് നമുക്ക് ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നത്. ഒന്ന് റിയൽ എസ്റ്റേറ്റ്, രണ്ടാമത്തേത് ഗോൾഡ്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പ്രൊജക്റ്റ് ആണ് ടൂറിസ്റ്റ് കോട്ടേജ് എന്ന് പറയുന്നത്. വളരെ ഭംഗിയായിട്ടുള്ള വളരെ പ്രീമിയം ലെവലിൽ നിൽക്കുന്ന കേവ് കോട്ടേജ് ആണ്. ഈ കേവ് കോട്ടേജ് എന്ന് പറയുന്നത് 5 സെന്റ് പ്ലോട്ടും 16 സാൻഡൽവുഡ് വിത്ത് കോട്ടേജും ആണ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. വളരെ ഭംഗിയായിട്ടുള്ള പ്രീമിയം ലെവലിലായിട്ടുള്ള ഒരു കോട്ടേജസ് ആണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നത്. ഈ ഒരു 5 സെന്റ് ലാൻഡ് 16 സാൻഡൽവുഡ് എന്ന് പറയുന്നത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 1.5 CR ആണ്. പക്ഷെ ഇപ്പോ ഈ ഒരു ഫുൾ ലോഞ്ച് ആവുന്നതിന് മുന്നേ നമ്മുടെ കമ്പനി കൊടുക്കുന്ന ഓഫറാണ് 95 lakh എന്ന് പറയുന്നത്, 95 ലക്ഷം രൂപ. ഇത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് പർച്ചേസ് ചെയ്യാം. ഈ 95 ലക്ഷം രൂപ കൊടുത്തിട്ട് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ കണ്ടുവല്ലോ, നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ ഒരു ദിവസം താമസിക്കാനായിട്ട് 20,000 രൂപയാണ് കമ്പനി പറയുന്നത്. ഒരു 20,000 രൂപ. ആ 20,000 രൂപ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് റിട്ടേൺ കിട്ടുന്നത് എന്ന് നോക്കാം. ഒരു 30 ദിവസമാണ് 95 ലക്ഷം രൂപ വാങ്ങിച്ചൊരു വ്യക്തിക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയാണ്. അപ്പൊ ഒരു 25 ദിവസമാണ് ഈ ഒരു കോട്ടേജ് റെന്റിന് പോയിട്ടുള്ളൂ എങ്കിൽ 5 ലക്ഷം രൂപയും, ഒരു 15 ദിവസമേ പോയിട്ടുള്ളൂ എങ്കിൽ 3 ലക്ഷം രൂപയും, 10 ദിവസമേ പോയുള്ളൂ എങ്കിൽ 2 ലക്ഷം രൂപയും, അതുപോലെ 5 ദിവസമേ പോയുള്ളൂ എങ്കിൽ 1 ലക്ഷം രൂപയുമാണ് 95 ലക്ഷം രൂപ മുടക്കിയ ഒരു വ്യക്തിക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് 2 പേരോ 4 പേരോ 5 പേരോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം അല്ലെ, സാധാരണക്കാരെ അസാധാരണക്കാരാക്കുന്ന ഒരു കമ്പനി കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ മാനേജ്മെന്റ് തന്ന ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. 95 ലക്ഷം രൂപ എടുക്കാനില്ല, അറ്റ്ലീസ്റ്റ് 1 ലക്ഷം രൂപ ഷെയറോ പാർട്ട്ണർഷിപ്പോ എടുക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ 1 ലക്ഷം രൂപ ഇടുന്ന വ്യക്തിക്ക് കിട്ടുന്ന എമൗണ്ട് ഒരു 30 ദിവസത്തേക്ക് 6,315 രൂപയും, 25 ദിവസത്തേക്ക് 5,263 രൂപയും, അതേപോലെ 20 ദിവസമേ പോയുള്ളൂ എങ്കിൽ 4,210 രൂപയും, 15 ദിവസമേ പോയുള്ളൂ എങ്കിൽ 3,157 രൂപയും, അതേപോലെ 5 ദിവസമേ പോയുള്ളൂ എങ്കിൽ 1,052 രൂപയുമാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കറിയാം അല്ലെ, നമ്മൾ ബാങ്കിലൊക്കെ ഫിക്സഡ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് 1 ലക്ഷം രൂപ ഇട്ടാൽ എത്ര രൂപയായിരിക്കും നമുക്ക് പെർ മന്ത് അല്ലെങ്കിൽ ഒരു 11 മന്ത്സ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് നോക്കുന്നത്. ഇത് 1 ലക്ഷം രൂപയായിട്ടിടാം. അതിന്റെ 1 ലക്ഷം രൂപയുടെ എത്ര മൾട്ടിപ്പിൾസ് ആണെങ്കിലും നമുക്ക് ഇട്ടിട്ട് ഇതിനകത്ത് നിന്ന് ഹൈ റിട്ടേൺ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ഒരു ടൂറിസ്റ്റ് കോട്ടേജ് നമ്മൾ പറഞ്ഞു അല്ലെ, നമുക്ക് കിട്ടുന്ന ആ ഒരു 5 ദിവസത്തേക്ക് കിട്ടുന്ന
എമൗണ്ട് എത്രയാണെന്ന് പറഞ്ഞു. അതുപോലെ അതിനകത്ത് ഒരു സാൻഡൽവുഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു ടൂറിസ്റ്റ് കോട്ടേജിൽ 5 സെന്റ് പ്ലോട്ടും 16 സാൻഡൽവുഡ് വിത്ത് കോട്ടേജിന് ഒരു 95 ലക്ഷം രൂപ ആ ഒരു ഇൻഡിവിജ്വൽ കോട്ടേജ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടുന്ന ഒരു എമൗണ്ട്, ഏകദേശം ഒരു എക്സ്പെക്ടിങ് പ്രൈസ് നമുക്ക് എത്രയാണെന്ന് നോക്കാം. ഒരു 15 വർഷമാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത്, ഈ ഒരു സാൻഡൽവുഡിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ഇത് 5 ദിവസമേ പോയുള്ളൂ എങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും ഇയർലി നമുക്ക് 1,80,00,000 രൂപയാണ് ഈ ഒരു റെന്റിനത്തിൽ നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് പറഞ്ഞു 16 സാൻഡൽവുഡ് ആണ് നമ്മൾ അതിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതൊരു എക്സ്പെക്ടിങ് ഒരു 87,500 രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 16 മരങ്ങൾക്ക് കിട്ടുന്നത് 2,80,00,000 രൂപയും. അതുപോലെ തന്നെ ഇല ഒഴികെയുള്ള ബാക്കി എല്ലാ ക്ലാസിഫിക്കേഷൻസും ഒരു 16 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് നമ്മുടെ സാൻഡൽവുഡിന്. അത് 7.20 ലക്ഷം രൂപ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും 1,15,20,000 രൂപയാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഒരു 95 ലക്ഷം മുടക്കിയ വ്യക്തിക്ക് ആഫ്റ്റർ 15 ഇയേഴ്സ് കിട്ടുന്ന ഒരു ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 5,75,20,000 രൂപയാണ്. നമുക്കറിയാം ഇതിനകത്ത് പലതരത്തിലുള്ള ഓപ്ഷൻസ്, നമ്മളൊരു 5 ഓപ്ഷൻസ് ഇതിൽ കൊടുക്കുന്നുണ്ട്. ഈ 5 ഓപ്ഷൻസിൽ ഫസ്റ്റ് വൺ ആണ് നമുക്ക് ടൂറിസ്റ്റ് കോട്ടേജ് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് പർച്ചേസ് ചെയ്യാം. 5 സെന്റ് പ്ലോട്ടും 16 സാൻഡൽവുഡും വിത്ത് കോട്ടേജ് 95 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. രണ്ടാമത്തെയാണ് നമുക്ക് ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്ന ഈ ഒരു 95 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന എമൗണ്ട്, അതുപോലെ 1 ലക്ഷം രൂപ വെച്ചോ അതിന്റെ എത്രയും ഗുണിതങ്ങൾ വെച്ചിട്ടോ നമുക്ക് ഇതിനകത്ത് ഷെയർ പാർട്ട്ണർഷിപ്പ് എടുത്തുകൊണ്ടും നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയും, ഈ ഒരു സ്റ്റാൻഡിങ് ടിമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് 5 സെന്റ് സ്ഥലവും അതുപോലെ 16 ചന്ദനമരങ്ങൾക്ക് പകരം വിത്തൗട്ട് കോട്ടേജ് 20 സാൻഡൽവുഡ് ആണ് വരുന്നത്. 5 സെന്റ് പ്ലോട്ടില് 20 ചന്ദനമരങ്ങളാണ്. ഇപ്പോ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് 18 ലക്ഷം രൂപയാണ് ഇതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ഇതിന്റെ നാലാമത്തെ ഓപ്ഷൻ ആണ് നമുക്ക് വിത്തൗട്ട് ഇൻട്രസ്റ്റ് EMI പർച്ചേസ് ചെയ്യാം. നമുക്കറിയാല്ലേ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഭൂമിക്ക് EMI കൊടുക്കുന്ന ഒരേ ഒരു കമ്പനിയാണ് ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. 15,000 രൂപ വെച്ചിട്ട് 120 മാസം EMI അടയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് നമ്മുടെ 5 സെന്റ് നമുക്ക് നമ്മുടെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. 3 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്തുകൊണ്ട് 18 ലക്ഷത്തിന് ബാലൻസ് പേയ്മെന്റ് EMI ചെയ്തുകൊണ്ടും നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അഞ്ചാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ഡീൽ മേക്കർ ആണ്. ഈ ഒരു ഓപ്ഷൻസിന് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ ഇത് മാർക്കറ്റ് ചെയ്യാൻ തയ്യാറാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഇത് അറിഞ്ഞ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നവർക്കും ഈ ഒരു ഓപ്ഷൻസ് തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു കമ്പനിന്ന് സഹായിക്കും. നമുക്ക് ഈ ഒരു കേവ് കോട്ടേജ് ഒരു 90+ കോട്ടേജസ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ ആദ്യത്തെ 3 കോട്ടേജസ് ഇതിനകത്ത് ഇനോഗ്രേഷൻ കഴിഞ്ഞു. ഫസ്റ്റ് ഇനോഗ്രേറ്റ് ചെയ്തത് സരയു മോഹനാണ്, രണ്ടാമത്തത് അൻസിബ ഹാസൻ, മൂന്നാമത്തത് ഗായത്രി സുരേഷ്. അത് നമുക്ക് ഓരോ പത്രമാധ്യമങ്ങളിൽ വന്ന നമ്മളുടെ വാർത്തകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി പത്രമാധ്യമങ്ങളിലൂടെയാണ് ഈ ഒരു പ്രൊജക്റ്റ് ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ സന്തോഷത്തോടു കൂടി അതുപോലെ അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയുന്നു, ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഇ-കൊമേഴ്സ് ആണെങ്കിലും അതുപോലെ സാൻഡൽവുഡിന് വേണ്ടിയിട്ടാണെങ്കിലും ടൂറിസം, ഇന്നോവേറ്റീവ്, അഗ്രികൾച്ചർ, ഇതിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് നിരവധി അവാർഡുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വാസവൻ സാറിന്റെ കയ്യിൽ നിന്നാണെങ്കിലും പ്രസാദ് സാറിന്റെ കയ്യിൽ നിന്നായിട്ടാണെങ്കിലും അതേപോലെ ചിത്രാമ്മ നമ്മുടെ ഇവന്റ്സ് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിയ ലോക്നാഥ് ബെഹ്റയുടെ കയ്യിൽ നിന്നും എല്ലാം നമുക്ക് നിരവധി അവാർഡുകളാണ് ഈ ഒരു കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത്. റിയാസ് മന്ത്രിയുടെ കയ്യിൽ നിന്നും, ദീപിക പത്രത്തിന്റെ, അതേപോലെ KTDC ചെയർമാൻ നമ്മുടെ കോട്ടേജ് ഇനോഗ്രേഷൻ ചെയ്യാൻ വന്ന ആ ഒരു ഫോട്ടോ നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ വെച്ചിട്ട് ദുബായിൽ വെച്ചിട്ട് കൈലി ടിവിയുടെ ബെസ്റ്റ് ഇന്നോവേറ്റീവ് അവാർഡിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രേറ്റ് ആക്ടർ മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് നമുക്ക് അവാർഡ് കിട്ടി. അങ്ങനെ നിരവധി അവാർഡുകളാണ് നമുക്ക് ഈ ഒരു
കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത്. അതേപോലെ നമ്മുടെ യൂസഫ് അലി സാറിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് കിട്ടിയ ഒരു സെൻട്രൽ മിനിസ്റ്ററുടെ ചിരാഗ് പാസ്വാന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അവാർഡാണ്. നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാം, നമ്മുടെ നിഷാദ് അബൂബക്കർ നമ്മുടെ ഇൻഡസ്ട്രീസ് ട്രേഡ് കമ്മീഷണർ പദവി അലങ്കരിക്കുന്ന കേരള സ്റ്റേറ്റിന്റെ ഇൻഡസ്ട്രീസ് ട്രേഡ് കമ്മീഷണർ ആണ്. അതേപോലെ തന്നെ നമുക്കറിയാം അമ്മ സംഘടന, നമ്മുടെ താര സംഘടനയുടെ അമ്മയുടെ അവാർഡ് നമ്മുടെ ഗ്രേറ്റ് ആക്ടർ മോഹൻലാൽ സാറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഏറ്റുവാങ്ങാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ശശീന്ദ്രൻ സാറിന്റെ കയ്യിൽ നിന്നും നമുക്ക് മാധ്യമ പത്രത്തിന്റെ അവാർഡ് നമുക്ക് കോഴിക്കോട് വെച്ചിട്ട് വാങ്ങാനായിട്ട് സാധിച്ചു. ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള എക്സലൻസ് അവാർഡുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനവധി അവാർഡുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഗണേഷ് കുമാർ സാറാണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും, അതുപോലെ JCIയുടെ അവാർഡ് വീണ ജോർജ് സാറിന്റെ കയ്യിൽ നിന്നും നമുക്ക് ലഭിക്കുകയുണ്ടായി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയ ഒരു അവാർഡ് എന്ന് പറയുന്നത് ദുബായിൽ വെച്ചിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു അവാർഡ് പിണറായി വിജയൻ സാറിന്റെ കയ്യിൽ നിന്ന്, അതേപോലെ നമുക്ക് നേരത്തെ കണ്ടു അല്ലേ, നമ്മുടെ ഗ്രേറ്റ് മമ്മൂട്ടിയുടെ കയ്യിൽ നിന്നും നമുക്ക് ടൂറിസ്റ്റ് ഇന്നോവേഷന് വേണ്ടിയിട്ടുള്ള ഒരു അവാർഡ് ദുബായിൽ വെച്ചിട്ട് നമുക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചു. അനവധി അവാർഡുകൾ കിട്ടുന്ന അല്ലെങ്കിൽ കരസ്ഥമാക്കുന്ന ഒരു ഗ്രേറ്റ് കമ്പനി കൂടി തന്നെയാണ് നമ്മുടെ ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് 4 രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കളിക്കാം. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് റെഫ്യൂസ് ടു പ്ലേ എന്ന് പറയുന്നത് നമുക്ക് ഒരു ബിഗ് നോ പറയാം അല്ലെ. എന്ത് പറഞ്ഞാലും നമുക്ക് നിരസിച്ച് നമുക്ക് വേണ്ട എന്ന് വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ജീവിക്കാം. രണ്ടാമത്തെ എന്ന് പറയുന്നത് പ്രെറ്റൻഡ് ടു പ്ലേ, നമുക്ക് അഭിനയിച്ചുകൊണ്ട് ജീവിക്കാം. എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അഭിനയിച്ച് കാണിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അതേപോലെ പ്ലേ നോട്ട് ടു ഫെയിൽ എന്ന് പറയുന്നത് തോൽക്കാതിരിക്കാൻ വേണ്ടി കളിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ത് കിട്ടിയാലും അത് തോൽക്കാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ട് അത് തോൽക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരുപാട് പേര് നമുക്ക് കാണാം. അതേപോലെ പ്ലേ ടു വിൻ, ഈ ഒരു സ്ക്രീൻ നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ പ്ലേ ടു വിന്നിന് വേണ്ടി മാത്രം ഈ ഒരു ജസ്പേഡുമായിട്ട് കൈകോർത്ത് നിൽക്കുന്ന ഒരുപാട് പേര് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു ജയിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാനായിട്ട് കിട്ടിയ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി കൂടി തന്നെയാണ്. നമ്മൾ പറയാറുണ്ടല്ലേ, ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിംഗ്. നമ്മൾ ഈ ഒരു പ്രൊജക്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഈ പ്രൊജക്ട് എന്താണ്, എങ്ങനെയാണ്, കാരണം നമ്മളുടെ സമയമാണെങ്കിലും നമ്മുടെ മണി ആണെങ്കിലും അതുപോലെ നമ്മുടെ സ്കില്ലും എനർജി എല്ലാം കൊടുത്തുകൊണ്ട് നമ്മൾ ഒരുപാട് അവസരങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിൽ നിന്നുമെല്ലാം ഹൈ റിട്ടേൺ ആണോ കിട്ടുന്നത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്നത്? ഈ ഒരു പ്ലേ ടു വിൻ നമ്മൾ മനസ്സിൽ കുറിച്ചുകൊണ്ട് എല്ലാവരും വിജയിക്കാനായിട്ട് വരുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു കമ്പനി നമുക്ക് തരുന്ന ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് ആൻഡ് ലെഗസി അല്ലെ. നമ്മൾ ഹെൽത്തിനെ കുറിച്ച് കണ്ടു, അതേപോലെ വെൽത്ത് എന്താണെന്ന് അറിഞ്ഞു, അതേപോലെ ഇതിൽ രണ്ടിൽ നിന്ന് കിട്ടുന്നതാണ് നമുക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലെഗസി, നമുക്ക് ഭാവിയിലേക്ക് നമുക്ക് സമ്പന്നരാകാനായിട്ട് നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഫാമിലിക്ക് വേണ്ടിയിട്ടും ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യാനായിട്ടും നമുക്ക് ഇതിലൂടെ സഹായിക്കും. അപ്പോൾ ഈ ഒരു അവസരം കേട്ട നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അവസരം എപ്പോഴും കിട്ടില്ല, എന്നാൽ കിട്ടിയ അവസരം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അത് പ്രയോജനപ്പെടുത്താനായിട്ട് സഹായിക്കുക. നിങ്ങൾ ആരാണോ ഈ ഒരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഈ പ്രൊജക്ട് പ്രസന്റേഷൻ കേൾക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്തത് അവരുമായിട്ട് ഇന്ന് തന്നെ കൈകോർക്കുക. കാരണം എല്ലാവർക്കും അവസരങ്ങൾ എപ്പോഴും കിട്ടില്ല. അപ്പൊ അത് മാക്സിമം നിങ്ങൾ വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇതെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ വിജയിക്കാനായിട്ട് ഈ ഒരു പ്രൊജക്റ്റിലൂടെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് സൈനിങ് ഓഫ്, സന്ധ്യാനീഷ്, BDM Jesped International.